കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ റിസൾട്ട് വന്ന് 11ാം ദിവസമാണ് കേന്ദ്രത്തിൽ നിന്നും പ്രഖ്യാപനമുണ്ടാകുന്നത്. AICC ആസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സതീശന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ടീം UDF-ന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശന്റെ ആദ്യ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണിതെന്നും മുഖ്യമന്ത്രി പദം ഒരു ദൈവ നിയോഗമായിട്ട് കാണുന്നുവെന്നും സതീശൻ പറയുന്നു. AICC-ക്കും രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും സതീശൻ പ്രത്യേകം നന്ദി പറഞ്ഞു. ചെന്നിത്തലയും KCയും തനിക്ക് ഏറെ പ്രിയങ്കരായ നേതാക്കളാണെന്നും പുതു കേരളം കെട്ടിപ്പടുക്കാൻ ഒരു ടീം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് സന്തോഷത്തോടെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. വരാനിരിക്കുന്ന സർക്കാരിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിയമിച്ച വി.ഡി. സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണെന്നും വേണുഗോപാൽ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു. MLA-മാരുടെ പിന്തുണ താങ്കൾക്കായിരുന്നില്ലേ എന്ന ഒരു ചോദ്യത്തിന് അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തി ഇല്ലെന്ന് വേണുഗോപാൽ മറുപടിയും നൽകി. ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തായിരുന്നാലും ശിരസ വഹിക്കും എന്നാണ് നേരത്തെയും താൻ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ തീരുമാനം ഞാൻ ശിരസ വഹിക്കും. അടിയുറച്ച ഒരു കോൺഗ്രസുകാരനാണ് ഞാൻ. സർക്കാരിന് എല്ലാവിധ പിന്തുണയും താൻ നൽകുമെന്നും വേണുഗോപാൽ പറഞ്ഞു. സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം സംബന്ധിച്ച ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. സൈബറിടങ്ങളിലെ ആക്ഷേപങ്ങൾ ഞാൻ സഹിച്ചോളാം. കടന്നാക്രമണങ്ങളെ ഭയന്ന് ഓടില്ല. ആക്രമിക്കുന്നവർക്ക് ഇനിയും അത് തുടരാവുന്നതാണ്. തനിക്ക് വേണ്ടി ഫ്ലെക്സ് വെച്ചവരടക്കം ഇപ്പോഴത്തെ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും വേണുഗോപാൽ പറയും. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ചെന്നിത്തല ഹൈക്കമാൻഡിനെ തന്റെ വിയോജിപ്പ് അറിയിച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണനയാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ലെന്ന് കൂടെ വ്യക്തമാക്കുന്നു. അതേസമയം വഴുതക്കാട്ടെ വീട്ടിൽ നിന്ന് രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയതായും വിവരം വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള സംഭാഷണത്തിലും തന്റെ വിയോജിപ്പ് അദ്ദേഹം ശക്തമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ നിരാശയുണ്ടെന്ന് ഹരിപ്പാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതികരിക്കുന്നു. അവസാന തീരുമാനം രമേശ് ചെന്നിത്തലയിലേക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചില്ല എന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ KC വേണുഗോപാലിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും സംഘടിതമായ ആക്രമണം നടന്നിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം നടത്തണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു.